NCPയിൽ നിന്നും ജനകീയ നേതാവായ മാണി സി കാപ്പന് ഒഴിഞ്ഞു പോകേണ്ടി വന്നത് ഇടതുപക്ഷം വിശ്വാസവഞ്ചന കാട്ടിയതുകൊണ്ട് മാത്രമാണ്. പാലാ നിയോജക മണ്ഡലത്തിൽ പതിറ്റാണ്ടുകളായി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് അർഹതയൊന്നും തന്നെ ഇടതുപക്ഷം കാര്യമായി കൊടുത്തില്ല. അതായത് മാണി സി കാപ്പൻ ജനകീയത നേടിയെടുത്തുകൊണ്ട് അവിടെ വിജയിക്കാൻ തുടങ്ങിയപ്പോൾ LDFന് മാണി സി കാപ്പൻ ഒരു അധിക പറ്റായി തോന്നി. ഒടുവിൽ ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും ഇടതുപക്ഷത്തേക്ക് ഉൾപ്പെടുത്തി പാലാ സീറ്റ് ജോസ് കെ മാണിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പാലാക്കാർ അതിശക്തമായി വിയോജിക്കുകയും ജോസ് കെ മാണിയെ കണ്ടം വഴി ഓടിക്കുകയും ചെയ്തു. എന്നിട്ടും അതിൽ തൃപ്തനല്ലാതെ ജോസ് കെ മാണി അവിടെ മത്സരിച്ച ചില ഡമ്മി സ്ഥാനാർത്ഥികളുടെ പേരിൽ വലിയ തോതിൽ കോടതി വഴി നിയമ പോരാട്ടം നടത്തി മാണി സി കാപ്പനെ ഉമ്മാക്കി കാട്ടി. ഒടുവിൽ മാണി സി കാപ്പൻ അതിനും മറുപടി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അയോഗ്യത കൽപ്പിക്കണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. എന്നിട്ടും മാണി സി കാപ്പനെതിരെയുള്ള ജോസ് മോൻ്റെ കലിപ്പ് തീരുന്നില്ല. സുപ്രീം കോടതി വരെ പോയാലും മാണി സി കാപ്പൻ്റെ തെരഞ്ഞെടുപ്പ് അയോഗ്യമാക്കും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിനകത്തെ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ എന്നാണ്. കാരണം ഇത്രയധികം നാറിയിട്ടും ഇപ്പോഴും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ജോസ് കെ മാണിയുടെ നീക്കം കണ്ട് സത്യത്തിൽ മൂക്കിൽ വിരൽ വെച്ച് പോവുകയാണ് യഥാർത്ഥ നേതാക്കൾ. കാരണം പാലായിലെ ജനങ്ങൾ തിരസ്കരിച്ചതാണ് ജോസ് കെ മാണിയെ. എന്നിട്ടും അള്ളിപ്പിടിച്ച് പാലായിലേക്ക് ഒരു റീ എൻട്രി കിട്ടുമോ എന്ന് വെറുതെ സ്വപ്നം കാണുകയാണ് ജോസ് കെ മാണിയും കൂട്ടരും. അത് നടക്കില്ല എന്ന് കൃത്യമായി അറിയാം. കാരണം സ്വന്തം അപ്പനായ KM മാണി ഉണ്ടാക്കിയ ഇമേജൊന്നും ജോസ് കെ മാണിക്കില്ല. മാത്രമല്ല KM മാണിയുടെ ജനകീയത ഏറ്റവും കുറച്ചു കൊണ്ടുവന്നത് മാണി സി കാപ്പനാണ്. KM മാണിയുടെ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ എല്ലാം തന്നെ കുറഞ്ഞു വന്നിരിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് മാണി സി കാപ്പൻ ഓരോ തവണയും KM മാണിയുടെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവന്നത്. 21,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്ന 2001 തെരഞ്ഞെടുപ്പിൽ നിന്നും 2006 ആയപ്പോൾ അത് 7,000 ആക്കി. 2011 ആയപ്പോൾ അത് 5,000-ലേക്ക്, 2016 ആയപ്പോൾ അത് കേവലം 4,000-ലേക്ക് താഴ്ത്തി. എന്നിട്ടും KM മാണി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാക്കിയത് ജോസ്റ്റോ പുലിക്കുന്നേലിനെയാണ്. അദ്ദേഹത്തിൻ്റെ 3,000-ഓളം വോട്ടിന് മാണി സി കാപ്പൻ തറ പറ്റിച്ചുകൊണ്ടാണ് പാലായിലെ ജനങ്ങൾ തന്നോടൊപ്പം തന്നെയാണെന്ന് മറുപടി പറഞ്ഞത്. അതിനുശേഷം നടന്ന വിരട്ടലും വിലപേശലും അതിനകത്താണ് KM മാണിയുടെ മകൻ ജോസ് മോൻ പിണറായിയുമായി ഒരു ഡീലിലേക്ക് എത്തിയത്. താൻ ഇത്രയും നാളും ജനങ്ങൾക്കിടയിൽ ഓടി നടന്ന് മറ്റെല്ലാ ബിസിനസ്സുകളും മറന്ന് ഉണ്ടാക്കിയെടുത്ത ഇമേജ് ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കാൻ ജോസ് കെ മാണി വളർന്നിട്ടില്ല എന്ന് തെളിയിച്ചു കൊടുക്കലായിരുന്നു മാണി സി കാപ്പൻ്റെ നിയോഗം. UDFനകത്ത് NCPയിൽ നിന്നും വിട്ടുവന്ന് കൃത്യമായി ഒരു സ്വതന്ത്ര പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം മത്സരിക്കുകയും 15,000-ഓളം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തത് വഴി ജനങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് ബോധ്യപ്പെട്ടു കൊടുത്തു. ഇനി പാലായിൽ നിന്നാൽ ഒരുപക്ഷെ മാണി നേടിയെടുത്ത 23,790 വോട്ട് എന്ന റെക്കോർഡ് ഭൂരിപക്ഷം തകർത്തെറിയാൻ കൃത്യമായും അദ്ദേഹത്തിന് കഴിയും. അതായത് മാണി സി കാപ്പന് കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടും അള്ളിപ്പിടിച്ചിരിക്കുന്ന നാണം കെട്ട പരിപാടി കാണിക്കുന്ന ജോസ് കെ മാണിയോട് എന്ത് മറുപടിയാണ് പറയാൻ എന്നാണ് മാണി സി കാപ്പൻ പറയുന്നത്.